പി കെ ഗോപൻ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഓരോരോ കാര്യങ്ങൾക്ക് ചില വിശദീകരണവും നൽകുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഏൽപ്പിച്ച ഏജൻസിയാണ് ഓഡിറ്റ് നടത്തിയിരിക്കുന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിഫലിച്ച വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ചാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് പിന്നീട് പല വാർത്തകളും വന്നത്. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ വന്ന തെറ്റായ കണക്കുകളിലോ അല്ലെങ്കിൽ കണക്കുകളിലെ പൊരുത്തക്കേടിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഇതെല്ലാം വ്യാജ പ്രചരണമാണ് എന്നാണോ പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾക്ക് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് അവിടെ എന്താണ് നടക്കുന്നത് അവർ കണക്കൊക്കെ തീരുമാനിച്ച് ശരിയാക്കട്ടെ, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. ദേവസ്വം മന്ത്രിയും പറഞ്ഞത് ഇതെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അപ്പോൾ സർക്കാരിനും പാർട്ടിക്കും ഒന്നും ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? ദേവസ്വം ബോർഡ് ഇപ്പോഴും കൃത്യമായ കണക്ക് പൊതുജന സമക്ഷം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ പി കെ ഗോപൻ. അങ്ങയുടെ പരാമർശത്തിൻ്റെ ആദ്യ ഭാഗം കേൾക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും അവസാനം കാര്യം മനസ്സിലായി. അതിൽ ഈ അവസാന ഭാഗത്തുള്ള ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പാർട്ടി സെക്രട്ടറി അതുപോലെ ദേവസ്വം മന്ത്രി ഇവരുടെയൊക്കെ പരാമർശങ്ങളെക്കുറിച്ചാണ്. അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഗവൺമെൻറ് അല്ല ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത്, അത് ഗവൺമെൻറ്റിന് അധികാരമില്ല. അതുപോലെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അതിലൊക്കെ ഉപരിയായിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ സാന്നിധ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി കണക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഈ കണക്കുകളെ സംബന്ധിച്ച് വന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ച കണക്കല്ല. ഒന്നത്, അവർ 27-ാം തീയതി വ്യക്തമായ കണക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി ഈ കണക്ക് പരിഗണിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്, ദേവസ്വം ബോർഡ് ഈ കണക്ക് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ഒരു കണക്കല്ല ഇത്. മൂന്നാമത്തെ കാര്യം, ഈ ഓഡിറ്റ് അസോസിയേറ്റ്സ് അവർ 2011 മുതൽ അവിടെ ഓഡിറ്റ് നടത്തുന്നവരാണ്. അത് ഹൈക്കോടതി എംപാനൽ ചെയ്ത ഒരു ലിസ്റ്റിൽ നിന്നുള്ളവരാണ്. നേരത്തെ പോലെ അവരവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഓഡിറ്റ് നടത്തിയിരിക്കുന്നത് അവർ ദേവസ്വം ബോർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ വാങ്ങിച്ചിട്ടോ വൗച്ചറുകൾ താരതമ്യം ചെയ്തിട്ടോ ഇങ്ങനെയുള്ള സാധാരണ ഓഡിറ്റിൻ്റെ ഒരു പ്രൊസീജിയറും പൂർത്തിയാക്കിയിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാർ ഓഡിറ്റ് എന്നൊരു സംവിധാനം പൊതുവെ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റാണോ അവർ നടത്തുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഓഫീസുമായിട്ട് അവർ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടാണ് അവർ ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയാക്കുന്നത്. അതിന് സാധാരണ മീറ്റിംഗ് വിളിക്കാറുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മീറ്റിംഗ് ഈ ഓഡിറ്റ് വിങ് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റ് വിങ്ങിനെ അവർ വിളിക്കാറുണ്ട്. ഓഡിറ്റ് വിങ്ങിൻ്റെ അഭ്യർത്ഥന പ്രകാരം അങ്ങനെ വിളിച്ച് ചർച്ച ചെയ്ത് അതിനകത്ത് അവ്യക്തതയുണ്ടെങ്കിൽ ആ അവ്യക്തത പരിഹരിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട് സമ്പൂർണ്ണമാക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ എസ്റ്റിമേറ്റ്, പ്രപ്പോസൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് സമയത്ത് അവിടെ ഓഡിറ്റ് കൊടുക്കാൻ വേണ്ടി, റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സാധനം ദേവസ്വം ബോർഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ, ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ വാർത്ത ആഘോഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒന്ന്, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഏജൻസി ഏൽപ്പിച്ച് ആ ഏജൻസി ഒരു ഓഡിറ്റ് നടത്തിയ ശേഷം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണാതെ ആ ഓഡിറ്റ് റിപ്പോർട്ട് നേരെ അത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറിലേക്ക് പോയി. ഇതാണല്ലോ താങ്കൾ പറഞ്ഞത്. അതെങ്ങനെ സാധ്യമാകുന്നു? രണ്ടാമത്തെ കാര്യം, ഇതിലെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുണ്ടായിട്ടുള്ള പൊരുത്തക്കേടുകൾ, ആ കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന തിരികെ എത്തിയിട്ടില്ല എന്ന് പറയുന്ന സ്പോൺസർഷിപ്പ് തുകയായ 2 കോടി രൂപയുടെ കാര്യം, ഈ കാര്യങ്ങളിലെ കൃത്യമായ ഒരു കണക്കോ വിവരമോ ഓഡിറ്റ് റിപ്പോർട്ടിൽ പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ്? ഇനി മൂന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഇതിലെല്ലാം ഒരു ധൃതി പിടിച്ചൊരു ആ സമയം ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു ധൃതിപ്പെടൽ അതിൻ്റെ പിന്നിലുണ്ടായി എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംഗമത്തിന് ചിലവായ യഥാർത്ഥ തുക എത്രയാണ് എന്ന് പറയാൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് കഴിയാത്തത്? ഇത് മൂന്നിനും കൃത്യമായിട്ട് ഉത്തരവുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ. ഒന്നാമത്,
ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരമില്ലാതെ കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് എന്തിനു കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളതാണ് നമ്മളും ചോദിക്കുന്ന ചോദ്യം. ദേവസ്വം ബോർഡിനെ ബോധ്യപ്പെടുത്തി കണക്കിൽ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ഒരു ഓഡിറ്റും, നമ്മൾ പലതും നമുക്ക് മനസ്സിലാവുന്നതല്ലേ, ഏത് കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ അങ്ങയുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഓഡിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറക്ടേഴ്സിനെയോ നിങ്ങൾ ചുമതലപ്പെടുത്തിയുള്ള ഫിനാൻഷ്യൽ ഓഫീസറെ കാണിച്ച് അതിൽ വ്യക്തത വരുത്തും. അഭിപ്രായം ഓഡിറ്റ് വിങ്ങിൻ്റെതാണ്. അവർക്ക് തർക്കം ഉണ്ടെങ്കിൽ അവർക്ക് തർക്കമായിട്ട് തന്നെ അവർ പറയും. അത് അല്ലാതെ അതിൽ വ്യക്തത, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ക്ലാരിഫിക്കേഷൻ വരുത്തും. ആ ക്ലാരിറ്റി ഉണ്ടാക്കുക, വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളത് ഓഡിറ്റ് വിങ് ചെയ്യേണ്ടുന്ന മിനിമം ജോലിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കണക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതല്ല. 4,99,189 രൂപയാണ് ഇതിൻ്റെ ചിലവ്. ഒരു റൗണ്ട് ഫിഗറിൽ പറഞ്ഞാൽ 5 കോടി രൂപയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ ഈ സ്പോൺസർഷിപ്പിൻ്റെതാണെങ്കിൽ, അതല്ല ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പൈസയാണെങ്കിൽ, ദേവസ്വം ബോർഡിൽ നിന്ന് 3 കോടി രൂപയാണ് സർപ്ലസ് ഫണ്ട് എടുത്തത്. ആ 3 കോടി രൂപയും തിരിച്ചടച്ചിട്ടുണ്ട്. അത് പിന്നെ ദേവസ്വം ബോർഡിൻ്റെ വരവിൽ വന്നിട്ടുമുണ്ട്. അത് പരിശോധിക്കാവുന്ന കാര്യമാണ്. അല്ല, ഞാൻ ശ്രീ പി കെ ഗോപൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് കോടതി എന്താണ് നിർദ്ദേശം നൽകിയത്? സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യത ഉണ്ടാകണം, 45 ദിവസത്തിനകം ഇതിന്റെ വരവ് ചെലവ് കണക്കുകൾ ഹാജരാക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നല്ലോ അല്ലേ? എന്നിട്ട് ഇന്ന്, അതായത് ഈ ഫെബ്രുവരി മാസത്തിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുകയാണ്, വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല, ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക 3 കോടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയാനാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവെത്ര, ചെലവെത്ര, അത് ഏതൊക്കെ ഹെഡ്സിൽ ആർക്കൊക്കെ കൊടുത്തു എന്ന കാര്യത്തിൽ ഒരു കണക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് സമ്മതിക്കുകയാണ്. അല്ല, ഇതിനകത്ത് അതിനുശേഷമാണ് മകരവിളക്ക്, മണ്ഡലവിളക്ക് കാലം തുടങ്ങുന്നത്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത്. അവർ ആ ഒരു ജോലിയിലേക്കാണ് പ്രധാനമായിട്ട് കടന്നത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന്, 10, 50 ലക്ഷം, 60 ലക്ഷം ആളുകൾ വന്ന് അവർക്കുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തുടക്കത്തിൽ വലിയ പ്രയാസമുണ്ടായി. ആളുകളുടെ അധികവരവുണ്ടായി. കോടതി തന്നെ ഇടപെട്ടിട്ട് അത്രയും വേണ്ടാന്ന് നിശ്ചയിച്ചു. അങ്ങനെ വളരെ ട്രാൻസ്പെറൻ്റായിട്ട്, വളരെ ഭംഗിയായിട്ട് ഒരു മണ്ഡലവിളക്ക് നടത്തുന്ന ജോലിയിലായിരുന്നു ദേവസ്വം ബോർഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ അത് കോടതിക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണല്ലോ കോടതി 27-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 കോടി രൂപ ധനലക്ഷ്മി ബാങ്കിൻ്റെയും 1 കോടി രൂപ കേരള ബാങ്കിൻ്റെയും പൈസ കിട്ടി. ആ 3 കോടി രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത് തിരിച്ചടച്ചത്. ഇനി അദാനിയുടെ ഓഫർ 1 കോടിയുണ്ട്. പിന്നെ ഉണ്ടാവേണ്ടത് 1 കോടിക്ക് താഴെ രൂപയാണ്. അതും ദേവസ്വം ബോർഡ് 17-ാം തീയതി വിളിക്കുന്ന മീറ്റിങ്ങോടുകൂടി വളരെ വ്യക്തമായിട്ട് ഇത്തരം എല്ലാ മേഖലകളിലെ ആളുകളെ 17-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ബില്ല് റെസിപ്റ്റ്സ് കൊടുക്കേണ്ട ആളുകളെയും അതുപോലെ ബില്ല് സബ്മിറ്റ് ചെയ്ത ആളുകളെയും മറ്റാളുകളെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തോടു കൂടി ഇതിലൊരു വ്യക്തത വരികയും 27-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വളരെ കൃത്യമായി ഈ കണക്ക് എത്തിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഗവൺമെൻറ്റിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ 10ൻ്റെ പൈസ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ല, ചെലവഴിക്കത്തുമില്ല. അത് സ്പോൺസർഷിപ്പിലൂടെ മാത്രമേ ചെലവഴിക്കൂ എന്നുള്ളതാണ് ഉറപ്പ്. അത് ബഹുമാന്യ ഹൈക്കോടതിക്ക് മുമ്പായി കൊടുത്ത ഉറപ്പ് ദേവസ്വം ബോർഡ് പാലിക്കും. അവർക്ക് ഇനി ഏകദേശം 1 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് മതി. അത് അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും 17-ാം തീയതി മനസ്സിലാവും. 27-ാം തീയതി കണക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വ്യക്തത ഉണ്ടാവും. അതല്ലാതെ ഈ പാറിപ്പറക്കുന്ന കണക്കുകളും കള്ളരേഖകളും വാർത്തകളും ഒന്നും തന്നെ ഇതിന് നമുക്ക് യോജിക്കാൻ കഴിയാവുന്ന കാര്യങ്ങളല്ല. ഗവൺമെന്റ് വിരുദ്ധ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന സമയമായതുകൊണ്ട് അതിലേക്ക് അത് നടത്തിക്കൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.